500,000 രൂപ നോട്ടുകൾ അസാധുവാക്കിയ സർക്കാർ നടപടി ജനം സ്വീകരിച്ചുമെന്ന് പ്രധാനമന്ത്രി. ജപ്പാൻ സന്ദർശന വേളയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. എന്നാൽ കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് മേലാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നതെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. കള്ളപ്പണം ഇല്ലാതാക്കാനുള്ള നീക്കം സ്വിസ് ബാങ്കുകളിലാണ് നടത്തേണ്ടതെന്ന് ശിവസേനയും ആരോപിച്ചു. 500,000 രൂപ നോട്ടുകൾ പിൻവലിച്ചുള്ള കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിപക്ഷം ആരോപണം ശക്തമാക്കിയതിന് പിന്നാലെ നടപടിയെ പ്രശംസിച്ച് പ്രധാനമന്ത്രി തന്നെ രംഗത്തെത്തിയത്. കള്ളപ്പണത്തിനെതിരെയുള്ള ശുചിത്വ പരിപാടിയാണ് സർക്കാർ നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ നീക്കം ജനം സ്വീകരിച്ചെന്നും ജപ്പാൻ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. भाइयों बहनों, ये बहुत बड़ा स्वच्छता का अभियान है. ये किसी को परेशान करने के लिए नहीं है. तकलीफ हुई है, तकलीफ तो होती, मुझे भी अंदाज, मैंने पहले दिन भी कहा था, जब 8 तारीख को मैंने राष्ट्र के नाम संबोधन किया तब भी कहा था कि इतना बड़ा देश है, 50 दिन दिए हैं, जल्दबाजी करने की जरूरत नहीं है. 50 दिन दिए हैं, जाकर के अपने जो ईमानदारी के हक के पैसे हैं वो जमा कराएं, बदले में उनको खाते में पैसे आ जाएंगे. കള്ളപ്പണത്തിനെതിരെയുള്ള സർക്കാർ നടപടിയെ വിമർശിക്കാൻ ജനങ്ങളെ ചിലർ പ്രേരിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതേസമയം നോട്ട് പിൻവലിക്കലിന് പിന്നിൽ വൻ അഴിമതിയുണ്ടെന്നും കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് മേലാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നതെന്നും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു. സർക്കാർ നോട്ടുകൾ പിൻവലിക്കുന്നതിന് മുൻപേ വിവരങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് ചോർത്തി നൽകിയിരുന്നുവെന്നും അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. അതേസമയം കള്ളപ്പണം ഇല്ലാതാക്കാനുള്ള സർജിക്കൽ സ്ട്രൈക്ക് സ്വിസ് ബാങ്ക് അക്കൗണ്ടുകളിലാണ് നടത്തേണ്ടതെന്ന പ്രതികരണവുമായി ശിവസേനയും രംഗത്തെത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് റദ്ദാക്കൽ ഒറ്റ രാത്രി കൊണ്ടുള്ള തീരുമാനമല്ലെന്ന് ധനമന്ത്രി പറഞ്ഞു. ഇതിനായി ജനങ്ങൾ സഹകരിക്കണമെന്നും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. ഇതിലേക്ക് വരാം. സംസ്ഥാനത്ത് പണമിടപാടുകൾക്കായി ജനം 4ാം ദിനത്തിലും നെട്ടോട്ടമോടുന്നു. 100ന്റെ നോട്ടുകൾക്കുണ്ടായ ക്ഷാമം ബാങ്കുകൾക്ക് തിരിച്ചടിയായി. എപ്പോൾ നോട്ടുകൾ എത്തിക്കുമെന്നതിൽ RBI കൃത്യമായ മറുപടിയും നൽകുന്നില്ല എന്നാണ് പരാതി. ഇതേ തുടർന്ന് പല ATMകളിലും പണമില്ലാത്തതിനാൽ നേരത്തെ പൂട്ടി. ബാങ്കുകളിലാകട്ടെ രാവിലെ മുതൽ ആരംഭിച്ച തിരക്ക് അവസാനിക്കുന്നുമില്ല. ഈ മാസം 8ാം തീയതി രാത്രിയോടെ കേന്ദ്രം പിൻവലിച്ച 500,000 രൂപ നോട്ടിന്റെ പ്രത്യാഘാതത്തിൽ നിന്നും ജനം ഇനിയും കരകയറിയിട്ടില്ല. സംസ്ഥാനത്തും ATMകളിൽ നിന്ന് പണമെടുക്കുന്നതിനും ബാങ്കുകളിൽ പണമിടപാട് നടത്തുന്നതിനുമായി ജനങ്ങൾ 4ാം ദിനത്തിലും നെട്ടോട്ടമോടുകയാണ്. ഈ സാഹചര്യത്തിൽ 100ന്റെ നോട്ടുകൾക്കുണ്ടായ ക്ഷാമം ബാങ്കുകൾക്ക് വലിയ തിരിച്ചടിയാവുകയാണ്. 500,000 രൂപ ഉണ്ടായിരുന്നപ്പോൾ ഒരു ATMൽ 48 ലക്ഷം രൂപ വരെ നിറച്ചിരുന്നു. എന്നാൽ അത് 100-50 എന്നാക്കിയപ്പോൾ 4 ലക്ഷം രൂപയിലേക്ക് ചുരുങ്ങി. ഇതോടെ 225 പേർക്ക് മാത്രമാണ് ഒരു ATMൽ നിന്നും 2,000 രൂപ പിൻവലിക്കാനാവുക. എപ്പോൾ 100 രൂപ ബാങ്കുകളിൽ എത്തിക്കുമെന്നതിൽ RBI കൃത്യമായ മറുപടി നൽകുന്നില്ലെന്നാണ് ബാങ്കുകളുടെ പരാതി. ഇതേ തുടർന്ന് സംസ്ഥാനത്തെ പല ATMകളിലും പണമില്ലാത്തതിനാൽ ഭാഗികമായി പ്രവർത്തനം നിലച്ചു. എന്നാൽ ബാങ്കുകളിൽ രാവിലെ മുതൽ 4ാം ദിനത്തിലും തിരക്കിന് കുറവുണ്ടായില്ല. ഇന്നലെ വന്നിട്ട് തിരിച്ചു പോയി. ഇന്നലെ വലിയ ക്യൂ ആയിരുന്നു. ആ ക്യൂ കൊണ്ട് പേടിച്ച് തിരിച്ചു പോയതാ. ATM വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവര് പറയുന്നത് ഇന്നാകും നാളെയാകും. ഇന്നലെ വൈകിട്ട് പറഞ്ഞിരുന്നേരം 3 മണിയാകുമ്പോൾ പിന്നെ പലരും പോയി പലരുടെ ബാങ്ക് SBI എന്നൊക്കെ SBT പോയി എടുത്തിട്ടുണ്ട്. 2ാം ശനിയായ ഇന്നും ഞായറാഴ്ചയായ നാളെയും ബാങ്കുകൾ പ്രവർത്തിപ്പിച്ച് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള അവസാനവട്ട ശ്രമമാണ് RBI നിർദ്ദേശപ്രകാരം ബാങ്കുകൾ ചെയ്യുന്നത്. എന്നാൽ 100 രൂപയ്ക്ക് നേരിടുന്ന ക്ഷാമം പരിഹരിക്കാതെയും പുതിയ 500ന്റെ നോട്ടുകൾ ATMൽ എത്തിക്കാതെയും പ്രശ്നപരിഹാരം വേഗത്തിൽ സാധ്യമല്ലെന്നാണ് വിലയിരുത്തൽ. ഷീജ, തിരുവനന്തപുരം. നോട്ട് പ്രതിസന്ധി തുടരുന്നു. കൊച്ചിയിൽ നിന്നും ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, കൊച്ചിയിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? 2 ദിവസങ്ങളായി തുടരുന്ന പ്രതിസന്ധി കൊച്ചിയിലും സ്ഥിതി വ്യത്യസ്തമല്ല എന്നുള്ളത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ATMകൾക്ക് മുൻപിലെല്ലാം തന്നെ വലിയ നീണ്ട നിര തന്നെയാണ് ഉള്ളത്. ഇന്നലെ ഉച്ചയോടെ തന്നെ പല ATMകളുടെയും പ്രവർത്തനം നിലയ്ക്കപ്പെട്ടതാണ്. ഇന്ന് രാവിലെയും പല ATMകളും ഷട്ടർ അടച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. പലരും ബാങ്കുകൾ പ്രവർത്തനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ, അതായത് രാവിലെ 9 മണിയോടെ തന്നെ പലരും ബാങ്കുകൾക്ക് മുന്നിൽ എത്തിയിരുന്നു. എന്നാൽ പല ATMകളും അടഞ്ഞ നിലയിലായിരുന്നു കാണപ്പെട്ടത്. എന്നാൽ ഒരു 11 മണിയോടെ ചില നാമമാത്രമായ ATMകൾ തുറന്നപ്പോൾ തന്നെ വലിയ ക്യൂ തന്നെയാണ് ഈ ATMകൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ ക്യൂ ഇപ്പോഴും തുടരുകയാണ്. ഇതിനൊരു ശമനമായിട്ടില്ല. കാരണം ഈ നഗരത്തിൽ വളരെ ചുരുങ്ങിയ ATMകൾ മാത്രമേ ഇത്തരത്തിൽ പ്രവർത്തനക്ഷമമായിട്ടുള്ളൂ എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം. ഇതുകൂടാതെ ചില്ലറയ്ക്ക് വേണ്ടിയുള്ള പ്രതിസന്ധിയും തുടരുകയാണ്. കാരണം 100ന്റെ നോട്ടുകൾക്ക് വലിയ ക്ഷാമം നേരിടുന്നു. ബാങ്കുകളിൽ തന്നെ പലപ്പോഴും ഈ 100ന്റെ നോട്ടുകൾ കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതുകൂടാതെ പെട്രോൾ പമ്പുകളിലും മറ്റും ഇത്തരത്തിൽ 500ന്റെയും 1000ന്റെയും നോട്ടുകൾ കൊടുക്കുമ്പോൾ അത് ബാക്കി മടക്കി നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. ഈ 3 ദിവസങ്ങളായി തുടരുന്ന പ്രതിസന്ധി ഇപ്പോഴും
അതുപോലെ തന്നെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കൊച്ചിയിലെ ATMകൾക്ക് മുൻപിൽ നിന്നുള്ള നീണ്ട ക്യൂ കാണുമ്പോൾ നമുക്ക് വ്യക്തമാവുന്നത്. കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കള്ളപ്പണവും കള്ളനോട്ടും തടയാനാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് 500,000 രൂപ നോട്ടുകൾക്ക് പകരം ഇറക്കിയ 2000 രൂപ നോട്ടിനും വ്യാജൻ. ചിക്കമംഗലൂരിലാണ് 2000 രൂപയുടെ കള്ളനോട്ട് പിടിക്കപ്പെട്ടത്. ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ചിക്കമംഗലൂരുവിലെ ഉള്ളി കർഷകനാണ് അജ്ഞാതനായ ഒരാൾ കള്ളനോട്ട് നൽകിയത്. ഇന്ന് രാവിലെ 2000 രൂപയുടെ ഫോട്ടോ കോപ്പി കൊടുത്താണ് അജ്ഞാതനായ ആൾ ഉള്ളി കർഷകനായ അശോകിനെ പറ്റിച്ചത്. ഒറിജിനൽ നോട്ടിന്റെ ഫോട്ടോ കോപ്പിയാണിതെന്ന് SP അണ്ണാമലൈ പറഞ്ഞു. അതേസമയം ആർക്കും എളുപ്പത്തിൽ ഫോട്ടോ കോപ്പി തിരിച്ചറിയാൻ സാധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വഞ്ചന കുറ്റത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പണമില്ലാത്തതിനാൽ മധ്യപ്രദേശിൽ നാട്ടുകാർ റേഷൻ കട കൊള്ളയടിച്ചു. ഛത്രപൂരിലാണ് സംഭവം. ഭക്ഷണം വാങ്ങാനോ ചികിത്സയ്ക്കോ പണമില്ല. 500,000 രൂപ നോട്ടുകൾ അസാധുവാക്കിയ കേന്ദ്ര സർക്കാർ നടപടി ഉത്തരേന്ത്യയിൽ പലയിടത്തും ക്രമസമാധാന പ്രശ്നമായി വളർന്നിരിക്കുകയാണ്. നിത്യച്ചെലവിനുള്ള പണമില്ലാതെ വലഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ. മധ്യപ്രദേശിലെ ഛത്രപൂരിൽ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ പണമില്ലാതെയാണ് നാട്ടുകാർ റേഷൻ കട കയ്യേറി ധാന്യങ്ങൾ പിടിച്ചെടുത്തത്. ഛത്രപൂർ ജില്ലയിലെ ATM കൗണ്ടറുകൾ പ്രവർത്തിക്കാത്തതും സ്ഥിതി ഗുരുതരമാക്കി. പണം നൽകാനില്ലാത്തതിനാൽ ഡോക്ടർ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്നാണ് മുംബൈയിൽ നവജാത ശിശു മരിച്ചത്. മുംബൈ ഗോവണ്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് സംഭവം. രണ്ടാം ശനിയാഴ്ച മിക്ക സ്ഥാപനങ്ങൾക്കും അവധി ദിനമായതിനാൽ രാജ്യത്തെ ATM കൗണ്ടറുകളിലും ബാങ്കുകളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പലയിടത്തും തിക്കും തിരക്കും സംഘർഷവും ഉണ്ടായി. ATM കൗണ്ടറുകൾ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകാത്തതും ബാങ്കുകളിൽ പുതിയ നോട്ടുകൾ എത്താത്തതും വരും ദിവസങ്ങളിൽ പ്രതിസന്ധി രൂക്ഷമാക്കിയേക്കും. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് റദ്ദാക്കൽ ഒറ്റ രാത്രി കൊണ്ടുള്ള തീരുമാനമല്ലെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. ഇതിനായി ജനങ്ങൾ സഹകരിക്കണമെന്നും അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. ATMs को रिकैलिब्रेट करने में थोड़ा टाइम लगता है क्योंकि नए नोट्स की टेक्नोलॉजी उसमें फिट होने का उसका एक लीड टाइम होता है, वो ओवरनाइट नहीं हो सकता. लेकिन जैसा मैंने आपको बतलाया कि करोड़ों की संख्या में बैंकिंग सिस्टम, पोस्ट ऑफिस सिस्टम कस्टमर्स को एंटरटेन कर रहा है और ये कई दिनों तक चलता रहेगा. और हर व्यक्ति की जो पैसा बैंकिंग सिस्टम में आता है वो बिल्कुल सुरक्षित है. സഹകരണ ബാങ്കുകളെ തകർക്കാൻ ഗൂഢശ്രമമാണ് നടക്കുന്നതെന്ന് കാനം രാജേന്ദ്രൻ. RBIയുടെ അംഗീകാരത്തോടെയാണ് സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നതെന്നും കാനം പറഞ്ഞു. സംസ്ഥാനത്തിൻ്റെ സഹകരണ മേഖലയെ തകർക്കുന്നതിനുള്ള ഒരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ കാണേണ്ടതുണ്ട്. ജില്ലാ സഹകരണ ബാങ്കുകളാണെങ്കിലും സംസ്ഥാന സഹകരണ ബാങ്കാണെങ്കിലും മറ്റേത് ബാങ്കുകളും റിസർവ് ബാങ്കിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ്, അവരുടെ ലൈസൻസോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. നോട്ടിന് ഏർപ്പെടുത്തിയ നിരോധനത്തെ തുടർന്ന് അരിക്കമ്പോളത്തിൽ വ്യാപാരം കുറഞ്ഞു. ആന്ധ്ര ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അരി വാങ്ങുന്നതും മൊത്തവ്യാപാരികൾ നിർത്തിവെച്ചു. നോട്ടിന്റെ ക്ഷാമം പരിഹരിച്ചില്ലെങ്കിൽ അരി ഭക്ഷ്യധാന്യക്ഷാമം നേരിടുമെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകി. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലെ എന്ന പ്രയോഗം പോലെയായി 500ന്റെയും 1000ന്റെയും നോട്ടുകളുടെ നിരോധനം. കേന്ദ്ര സർക്കാർ നടപടി കള്ളപ്പണം തടയുമോ എന്തോ. പണി കിട്ടിയതിന്റെ പട്ടികയിൽ അരിയും പെട്ടു. സംസ്ഥാനത്തെ അരി കമ്പോളത്തിൽ 70% വിൽപ്പന കുറഞ്ഞു. ഇക്കൂട്ടത്തിൽ ഭക്ഷ്യധാന്യങ്ങളും ഉൾപ്പെടും. അരി വാങ്ങാൻ വരുന്നവർ നിരോധിച്ച നോട്ടുകളുമായി എത്തുന്നുവെന്ന് വ്യാപാരികൾ പറയുന്നു. ഒരു പൈസയുടെ വില പോലുമില്ലാത്ത നോട്ടുകൾ വാങ്ങാൻ കഴിയാത്തതിനാൽ അരി വിൽക്കാനും കഴിയുന്നില്ലെന്ന് കൊല്ലം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് രമേഷ് കുമാർ പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ 70% ബിസിനസ് കുറവാണ്. 70 ഒരു 80% ബിസിനസ് തന്നെ കുറവാണ്. കാരണം പഴയ നോട്ടേ ഉള്ളൂ എല്ലാവരുടെ കയ്യിലും. ആ നോട്ട് വാങ്ങാൻ പാടെന്ന് പറയുമ്പോൾ ആ നോട്ടല്ലേ എടുത്തുള്ളൂ. അപ്പോൾ ആ നോട്ടിന് സാധനം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ തന്നെ അതുകൊണ്ട് 70-80% ബിസിനസ് കുറവാണ്. അതിനിപ്പം വരുന്ന ആളുകളിൽ ചില സമയത്ത് ബാങ്കിൻ്റെ പ്രവർത്തനത്തിന് പല ശനി ഞായറൊക്കെ വെച്ച സ്ഥിതിക്ക് ചില സമയത്ത് അത് മാറ്റം ഉണ്ടാകാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ഏതാണ്ട് ഇത് ഒരു കറക്റ്റായി പറഞ്ഞെങ്കിൽ ഒരു 10-20 ഒരു 2-3 ആഴ്ചയെങ്കിലും കുറഞ്ഞ പക്ഷം ഈ ഒരു മാറ്റം ഉണ്ടാകാൻ വരും. തെക്കൻ കേരളത്തിലേക്ക് ട്രെയിൻ ചരക്ക് ഗതാഗതം നിർത്തിവെച്ചതിനാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യധാന്യം കേരളത്തിലേക്ക് എത്തിക്കുന്നത് ലോറിയിലാണ്. മില്ലുടമകൾക്കും ലോറി ഉടമകൾക്കും പണം നൽകാൻ ബുദ്ധിമുട്ടായതിനാൽ അരി വാങ്ങുന്നത് മൊത്തവ്യാപാരികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. അരി വാങ്ങുന്നത് നമ്മൾ കച്ചവടക്കാർ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചില്ല. കാരണം വെച്ചാൽ വാങ്ങിയാൽ ആ ലാറി വാടക എബോ 50,000 കൊടുക്കേണ്ടി വരും. 50,000 നമ്മൾ 20,000 രൂപ ക്യാഷ് കൊടുക്കും. അപ്പോൾ 20,000 രൂപ ക്യാഷ് കൊടുക്കുന്നതിന്
ശൈലിയില്ലാത്തതിന് നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ സാധനം കൊടുത്തിട്ടില്ല. 1947 രാജ്യം പുറത്തിറക്കിയ നാണയമാണിത്. തലയും പുലിയും ആലേഖനം ചെയ്ത നാണയം. ഇത് 1970 നിരോധിച്ചു. ഇപ്പോൾ 1000-ന്റെയും 500-ന്റെയും നോട്ടുകളും നിരോധിച്ചു. എന്തായാലും നിരോധനം കൊണ്ട് പ്രതിസന്ധി മാത്രമാണ് ബാക്കിയായത്. പ്രായോഗിക തലത്തിൽ നിരോധനങ്ങളെല്ലാം ഫലവത്താകുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. നോട്ട് പ്രതിസന്ധി സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തെയും ബാധിച്ചു. പണമില്ലാത്തതിനാൽ സബ് കമ്മിറ്റികൾ പ്രതിസന്ധിയിലായി. അധ്യാപകർ കടം വാങ്ങിയ പണം ഉപയോഗിച്ചാണ് ഇപ്പോൾ കലോത്സവം മുന്നേറുന്നത്. ബാങ്കുകളിലും ATMിലും പണമില്ലാതായതോടെ സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തെയും നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. കലോത്സവവുമായി ബന്ധപ്പെട്ട് സബ് കമ്മിറ്റികളുടെ പ്രവർത്തനം ഇതോടെ പ്രതിസന്ധിയിലായി. 10 ലക്ഷത്തിലധികം രൂപ കമ്മിറ്റികളുടെ ചിലവിനും പ്രവർത്തനങ്ങൾക്കുമായി മാറ്റിവെച്ചിരുന്നുവെങ്കിലും ഇത് മാറിയെടുക്കാൻ കഴിയാതിരുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. രാവിലെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥാണ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. എല്ലാ മണ്ഡലത്തിലും ഓട്ടിസം പാർക്കുകൾ ആരംഭിക്കുവാനുള്ള ഒരു നിർദ്ദേശം ഈ പ്രോജക്റ്റിലുണ്ട്. ഏത് തരത്തിലുള്ള പരിശീലനവും ഏത് തരത്തിലുള്ള കുട്ടികൾക്കും കൊടുക്കാവുന്ന രീതിയിലുള്ള വളരെ സമഗ്രമായിട്ടുള്ളൊരു സ്ഥാപനമായിട്ട് എല്ലാ മണ്ഡലങ്ങളിലും അത് മാറും. തങ്ങളുടെ ശാരീരിക പരിമിതികളെ സർഗവൈഭവം കൊണ്ട് അതിജീവിച്ച കുരുന്നുകൾ കാഴ്ചവെച്ച പ്രകടനം കുറ്റമറ്റതായിരുന്നു. നീ അങ്ങോട്ടേക്ക് ചെന്നെച്ചാലും മതി, അവിടെ ഭയങ്കര തല്ല. മോഹിനിയാട്ടം, മോണോ ആക്ട്, ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങി വിവിധ മത്സരങ്ങളാണ് ഇന്ന് നടന്നത്. 3 ദിവസങ്ങളിലെ നടക്കുന്ന മത്സരങ്ങൾ 14-ന് സമാപിക്കും. 95 ഇനങ്ങളിലായി 2500-ലധികം കുരുന്നുകളാണ് മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിലെ തൊഴിലാളി സംഘടനയായ ബെഫിയുടെ 12ാമത് സംസ്ഥാന സമ്മേളനത്തിന് തൊടുപുഴയിൽ തുടക്കമായി. കറൻസി നിരോധനത്തിലൂടെ സാധാരണക്കാർ ബുദ്ധിമുട്ടുമ്പോഴാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്ന ആക്ഷേപത്തിനെതിരെ സത്യം ജനങ്ങളിൽ എത്തിക്കാൻ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സമ്മേളനം മറ്റന്നാൾ സമാപിക്കും. രാജ്യത്ത് കറൻസി പിൻവലിച്ച സംഭവം വലിയ ചർച്ചാ വിഷയമായ ഘട്ടത്തിലാണ് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ബെഫിയുടെ 12ാമത് സംസ്ഥാന സമ്മേളനത്തിന് തൊടുപുഴയിൽ തുടക്കം കുറിച്ചത്. 3 ദിവസമായി നടക്കുന്ന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം CITU ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിനെതിരെ പ്രസ്താവനയുമായി രംഗത്തെത്തിയവരെ എളമരം വിമർശിച്ചു. ഇന്ത്യയിലെ ആകെ ജനങ്ങളെ ഗുരുതരമായ കുഴപ്പത്തിലേക്ക് തള്ളിവിട്ട സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ പ്രതിനിധി ജനങ്ങളുടെ മുമ്പിൽ കുറ്റവാളികളായി നിൽക്കുമ്പോൾ ബെഫിയുടെ നേരെ തിരിയുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. നരേന്ദ്രമോദി പതിവ് പോലെ പ്രചരണത്തിന് വേണ്ടിയെടുത്ത ഒരു നടപടി സാമ്പത്തിക രംഗത്ത് ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. മുൻകൂട്ടി നിശ്ചയിച്ച സമ്മേളനം മാസങ്ങളുടെ നടപടിക്രമത്തിന് ശേഷമാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. സമ്മേളനത്തിന്റെ സമയക്രമത്തെ വിമർശിക്കുന്നവർക്ക് ബെഫി മറുപടി നൽകി. ഈ സമ്മേളനത്തിൽ ഇന്ന് ഈ കാലിക പ്രസക്തമായ പ്രശ്നം ഉയർന്നു വരും. ഞങ്ങൾ ഇന്നിവിടെ റെസൊല്യൂഷൻ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിന്റെ യഥാർത്ഥ വിഷയം കാരണം രാജ്യത്താകെ സർക്കുലേഷനുള്ള കറൻസിയുടെ 90% അസാധുവാക്കിയതിനു ശേഷം 10% കറൻസി കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ആകെ ഊട്ടണമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണോ? അത് ഗവൺമെന്റിന്റെ പരാജയം മറച്ചു വയ്ക്കാൻ വേണ്ടി ട്രേഡ് യൂണിയനുകളുടെ പുറത്തേക്ക് പഴിചാരുന്ന സമീപനം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ അവസാനിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നാളെ നടക്കുന്ന വനിതാ സമ്മേളനം ആരോഗ്യമന്ത്രി KK ശൈലജ ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനം വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. 100 കണക്കിന് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സൗമ്യ കേസിൽ ഗോവിന്ദചാമിയുടെ വധശിക്ഷ റദ്ദാക്കിയതിനെ വിമർശിച്ചുകൊണ്ടുള്ള ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. സൗമ്യ വധക്കേസ് വിചാരണയ്ക്കിടെയുണ്ടായ സംഭവങ്ങളെക്കുറിച്ചായിരുന്നു പോസ്റ്റ്. ഇന്നലെയായിരുന്നു കഡ്ജു ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. കേരള കേബിൾ TV ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന 5ാമത് ABCD എക്സ്പോ ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ബ്രോഡ്ബാൻഡിന്റെ അനന്ത സാധ്യതകൾ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം പുതിയ സാങ്കേതിക വിദ്യകളിൽ ഓപ്പറേറ്റർമാർക്ക് അവബോധമുണ്ടാക്കുന്നതിനായി വിവിധ സെമിനാറുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളിൽ നിന്നടക്കം വൻ സ്വീകാര്യതയാണ് എക്സ്പോയ്ക്ക് ലഭിക്കുന്നത്. കലൂരിൽ 10-ാം തീയതി ആരംഭിച്ച ഓൾ ഇന്ത്യ ബ്രോഡ്ബാൻഡ് കേബിൾ TV ആൻഡ് ഡിജിറ്റൽ എക്സിബിഷൻ വലിയ ജനശ്രദ്ധ ആകർഷിച്ചു മുന്നേറുകയാണ്. ഡിജിറ്റലൈസേഷനിലേക്ക് കടക്കുന്നതിനാണ് കഴിഞ്ഞ മേളകൾ പ്രാധാന്യം നൽകിയതെങ്കിൽ ഡിജിറ്റലൈസേഷൻ പൂർണ്ണമാകുന്നിടത്ത് സംജാതമാകുന്ന സാധ്യതകൾ അന്വേഷിക്കുകയാണ് ഇത്തവണത്തെ എക്സിബിഷൻ. KCF സംസ്ഥാന ജനറൽ സെക്രട്ടറി R. സുനിൽകുമാർ.
ഓരോ കൊല്ലം നൂതനമായ ടെക്നോളജികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ എക്സിബിഷനുകൾ നമ്മൾ സംഘടിപ്പിക്കാറുള്ളത്. ഇത് പ്രത്യേകിച്ച് നമ്മുടെ കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് ഇപ്പോൾ ബോംബെ, ഡൽഹി പോലുള്ള എക്സിബിഷനുകളിൽ പോയി മുഴുവൻ കാണാനും അത് പരിചയപ്പെടാനും ഉള്ള അവസരം കുറവാണ്. ബ്രോഡ്ബാൻഡ് സേവനത്തിന്റെ അനന്ത സാധ്യതകൾ, ഇൻട്രാനെറ്റിന്റെ സൗകര്യങ്ങൾ, നൂതന സാങ്കേതിക വിദ്യയായ OTT ടെക്നോളജിയുടെ ലൈവ് ഡെമോ എന്നിവയെല്ലാം മേളയുടെ പ്രത്യേകതകളാണ്. കുറഞ്ഞ ചെലവിൽ ആശയവിനിമയം സാധ്യമാകുന്ന മൊബൈൽ ആപ്പുകളും എക്സിബിഷനിൽ പരിചയപ്പെടുത്തുന്നു. കേബിൾ TV ബ്രോഡ്ബാൻഡ് രംഗത്തെ 32 കമ്പനികൾ 65 സ്റ്റാളുകളിലായി എക്സിബിഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ബ്രോഡ്കാസ്റ്റിംഗ് രംഗത്തെ പ്രമുഖരും ഇതിൽ ഉൾപ്പെടുന്നു. നിരവധി പ്രോഡക്റ്റ് ലോഞ്ചുകൾ, നൂതന സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുത്തുന്ന വിവിധ സെമിനാർ സെഷനുകൾ, ഊർജ്ജ സംരക്ഷണ പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി സാധാരണക്കാർ, കേബിൾ TV ഓപ്പറേറ്റർമാർ തുടങ്ങി ആയിരങ്ങളാണ് എക്സിബിഷന്റെ ഭാഗമാകാനെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരള കേന്ദ്ര സർവകലാശാല കാസർഗോഡ് പെരിയ ക്യാമ്പസിനു വേണ്ടി സ്വകാര്യ ഭൂമി ഏറ്റെടുത്തതിനെ തുടർന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങളിലെ ഒരാൾക്കെങ്കിലും സർവകലാശാലയിൽ തൊഴിൽ നൽകണമെന്നാവശ്യപ്പെട്ട് നടന്നുവരുന്ന സമരം അവസാനിപ്പിക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടു. നിയമനം നടത്തുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതായി വൈസ് ചാൻസലർ യോഗത്തിൽ അറിയിച്ചതിനെ തുടർന്നാണ് ചർച്ച നിർത്തിവെച്ചത്. ഒഴിപ്പിക്കപ്പെട്ട ദളിത് വിഭാഗക്കാർ ഉൾപ്പെടെ 16 കുടുംബങ്ങളിലെ യുവാക്കൾ സർവകലാശാല കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ശ്രമം നടത്തിയതിനെ തുടർന്നായിരുന്നു ചർച്ച. കാസർഗോഡ് പെരിയയിൽ കേരള കേന്ദ്ര സർവകലാശാല ക്യാമ്പസ് തുടങ്ങുന്നതിനു വേണ്ടി ദളിത് വിഭാഗങ്ങൾ ഉൾപ്പെടെ 16 കുടുംബങ്ങളെയാണ് കുടിയിറക്കിയത്. കുടിയിറക്കപ്പെട്ടവർക്ക് പകരം സ്ഥലവും വീടും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിരുന്നു. സർവകലാശാലയിലെ ജീവനക്കാരുടെ ഒഴിവുകളിൽ യോഗ്യതയുള്ള ഒരാൾക്ക് ഈ കുടുംബങ്ങളിൽ നിന്ന് തൊഴിൽ ലഭ്യമാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുവെങ്കിലും പിന്നീട് ഇക്കാര്യം പരിഗണിക്കാമെന്ന നിലപാടിലായിരുന്നു അധികൃതർ. എന്നാൽ താൽക്കാലിക ജീവനക്കാരായി പോലും തങ്ങളെ പരിഗണിക്കുന്നില്ലെന്നാണ് കുടിയിറക്കപ്പെട്ടവരുടെ പരാതി. ഇതുവരെ 3 പേർക്ക് മാത്രമാണ് താൽക്കാലിക തൊഴിൽ നൽകിയത്. ഔട്ട്സോഴ്സ് സംവിധാനത്തിലാണ് സർവകലാശാലയിലെ താൽക്കാലിക നിയമനങ്ങൾ. തൊഴിൽ ഒഴികെയുള്ള മറ്റ് പുനരധിവാസ പാക്കേജ് യാഥാർത്ഥ്യമായിട്ടുണ്ട്. കുടിയിറക്കപ്പെട്ട കുടുംബങ്ങളിലെ ഓരോ ആൾക്ക് വീതം തൊഴിൽ വേണമെന്നാവശ്യപ്പെട്ട് ഈ കുടുംബങ്ങളിലെ യുവാക്കൾ 2 തവണ സർവകലാശാല കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയതിനെ തുടർന്ന് ഇന്നലെ ജില്ലാ കലക്ടർ ജീവൻ ബാബു, വൈസ് ചാൻസലർ ഡോക്ടർ ഗോപകുമാർ എന്നിവർ സമരക്കാരുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ താൽക്കാലിക നിയമനങ്ങളിൽ പോലും ഈ കുടുംബങ്ങളെ പരിഗണിക്കില്ലെന്ന നിലപാട് സർവകലാശാല സ്വീകരിച്ചതിനെ തുടർന്ന് ചർച്ച പരാജയപ്പെട്ടു. താൽക്കാലിക നിയമനത്തിനും കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലെന്ന നിലപാടാണ് സർവകലാശാലയ്ക്ക് മുന്നിൽ അനിശ്ചിതകാല സത്യഗ്രഹ സമരത്തിന് തയ്യാറെടുക്കുകയാണ് സമരക്കാർ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വയനാട്ടിൽ ഒരു പ്രദേശത്തെ നെൽകർഷകർ മുഴുവൻ വരൾച്ച മൂലം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നൂൽപ്പുഴയിലെ ഹെക്ടർ കണക്കിന് നെൽവയൽ കരിഞ്ഞുണങ്ങിയതോടെയാണിത്. കടം വാങ്ങിയും ലോണെടുത്തുമെല്ലാം പാടത്ത് വിത്തിട്ടവർ വിളവെടുക്കാനാവാത്ത അവസ്ഥയിലാണിപ്പോൾ. സുൽത്താൻ ബത്തേരി നഗരസഭയിലെ 2 പാടശേഖര സമിതികൾക്ക് കീഴിലെ 150 ഹെക്ടർ വയലാണ് കരിഞ്ഞുണങ്ങുന്നത്. 300ഓളം കർഷകരുടെ അധ്വാനം ഇവിടെ പാഴാവുകയാണ്. മുൻപെങ്ങുമില്ലാത്ത വരൾച്ച കർഷകർക്ക് വലിയ പ്രതിസന്ധിയാവുകയാണ്. എന്താ ഞങ്ങളെ കുഞ്ഞനും കുട്ടിഞ്ഞ് എവിടെ പോയി ജീവിക്കും? കുടിക്കാൻ വെള്ളം പോലും ഇല്ല. കിണറ്റിൽ പോലും വെള്ളമില്ല. വെള്ളം വെറ്റി. ഇനി ഒരു 3-4 മാസം കഴിയുമ്പോൾ ഞങ്ങൾ എവിടെ പോയി ചാകാനുള്ള വിധി വന്ന്. ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല. ചെറിയ കുഞ്ഞുങ്ങളും എന്ത് ചെയ്യും? വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ പ്രദേശങ്ങളിൽ കൃഷി ഇറക്കാറ്. കൃഷിയെ മാത്രം ആശ്രയിച്ചാണ് ഇവിടെ ആദിവാസികൾ അടക്കമുള്ളവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏകദേശം ഒരു 20 കിൻഡിലൊക്കെ ഒരു ഏക്കറിൽ നിന്ന് സാധാരണ വിളവ് കിട്ടാറുണ്ട്. അത് എന്ന് വെച്ചാൽ അത് കൂടുകയും കുറയുകയും ചെയ്യാം സാധാരണ കിട്ടുന്നത്. ഈ വർഷം നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏക്കറിന് 20,000-ഓളം രൂപയുടെ ചിലവുണ്ട്. കൃഷിഭവനുകളിൽ ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിലും ലഭിക്കുക തുച്ഛമായ തുകയാണ്. വരൾച്ച കണക്കിലെടുത്ത് സർക്കാർ ഇടപെടലുകളാണ് കാർഷിക മേഖല വയനാട്ടിൽ പ്രതീക്ഷിക്കുന്നത്.